യുഎസിന്റെ അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് USS ജെറാൾഡ് ആർ ഫോർഡ്. അമേരിക്കയുടെ തുറുപ്പുചീട്ട്. ആനയെ വാങ്ങി പക്ഷെ തോട്ടി വാങ്ങിയില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ യുദ്ധക്കപ്പൽ. വിമാനവാഹിനി കപ്പലിലെ ശുചിമുറിയാണ് പ്രശ്നം. ഇടുങ്ങിയ ടോയ്ലറ്റും മലിനജല സംവിധാനത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധിയായി മാറിയിരിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആണവശക്തിയുള്ള USS ജെറാൾഡ് ആർ ഫോർഡിൽ 4500-ലധികം നാവികരുണ്ട്. ശുചിമുറി പ്രശ്നം വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. പലരും ജോലി ഉപേക്ഷിക്കാൻ പോലും ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ശൗചാലയം ഉപയോഗിക്കാൻ തിക്കും തിരക്കുമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ദീർഘനേരം കാത്തുനിന്ന ശേഷമേ ഊഴമെത്തുകയുള്ളൂ. പലപ്പോഴും ശുചിമുറികൾ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് നാവികരുടെ അമർഷത്തിന് കാരണമാകുന്നുണ്ട്. കപ്പലിലെ 650 ടോയ്ലറ്റുകളിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണെന്നാണ് റിപ്പോർട്ട്. യുദ്ധക്കപ്പൽ തുടർച്ചയായി കടലിൽ വിന്യസിച്ചിരിക്കുന്നതിനാൽ പതിവ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഇതിന് പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2025 ജൂൺ മുതൽ USS ജെറാൾഡ് ആർ ഫോർഡ് കടലിലാണ്. ജനുവരിയിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുമായി ബന്ധപ്പെട്ട ദൗത്യത്തിൽ കപ്പൽ നിർണായക പങ്കുവഹിച്ചു. ഇപ്പോൾ ഇറാനുമായുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്ത് യുദ്ധക്കപ്പൽ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ യുദ്ധക്കപ്പൽ എന്നറിയപ്പെടുന്ന യുദ്ധക്കപ്പലാണ് ജെറാൾഡ് ആർ ഫോർഡ്. 60 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 75 വിമാനങ്ങളെ വരെ വഹിക്കാൻ ഈ കപ്പലിന് കഴിയും. ഇറാൻ അമേരിക്ക സംഘർഷ സാഹചര്യം തുടരുന്നതിനിടെ USS ജെറാൾഡ് ഫോർഡ് ഗ്രീസ് സമുദ്രാതിർത്തിയിലെത്തിയതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടിയ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന കപ്പൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് പശ്ചിമേഷ്യ ലക്ഷ്യമിട്ട് നീങ്ങിയത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിന്റെ ഭാഗമായാണ് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി USS ജെറാൾഡ് ഫോർഡ് ഗ്രീസ് സമുദ്രാതിർത്തിയിലെത്തിയതെന്നാണ് സൂചന. ജിബ്രാൾട്ടർ കടലിടുക്ക് പിന്നിട്ട് ഗ്രീസ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കപ്പൽ അടുത്തത് ഇറാന് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ അറബിക്കടലിലുള്ള USS എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിനൊപ്പം ജെറാൾഡ് ഫോർഡ് കൂടി ചേരുന്നതോടെ മേഖലയിൽ അമേരിക്കയുടെ സൈനികാധിപത്യം വർദ്ധിക്കുമെന്നും ഇത് ഇറാനെതിരായ ആക്രമണത്തിന് മുന്നോടിയാണെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മാസം 14-നാണ് ഇറാനുമേലുള്ള സമ്മർദ്ദം ശക്തമാക്കാനായി ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി രണ്ടാമത്തെ പടക്കപ്പൽ അയച്ചത്.